ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അലീന നെടുമുരിക്കൽ വീട്ടിൽ നിന്ന് പോയെന്നറിഞ്ഞ് വൈജയന്തി തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി വരികയാണ്. വൈജയന്തി ഗംഗാധരനും ശിവശങ്കരനും കൂടി ചേർന്നാണ് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. ആ സമയത്ത് അവരുടെ കൂടെ മനു ഉണ്ടായിരുന്നു. അങ്ങനെ വൈജയം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ അവിടെ ഇല്ല. ബാലചന്ദ്രൻ അലീനയെ കൊണ്ടാക്കാനായിട്ട് സ്റ്റാൻലിയുടെ വീടായ കുളത്തൂപ്പുഴയ്ക്ക് പോയിരുന്നായിരുന്നു. ആ സമയത്ത് വൈജയന്തി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആ സമയത്ത് രോഹിത് പറയും, എടാ രോഹി, ഈ ബാഗെല്ലാം എടുത്ത് അകത്തോണ്ട് വെക്കാൻ പറയും. അങ്ങനെ രോഹിത്തിന് നല്ല സങ്കടമാണ്. അങ്ങനെ രോഹിത് ബാഗെല്ലാം എടുത്ത് അകത്തോണ്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി റൂമിലോട്ട് ചെല്ലുമ്പോൾ റൂമൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു. കിച്ചണിലോട്ട് ചെല്ലുന്ന സമയത്ത് കിച്ചണിലങ്ങ് ഭയങ്കര പാചകമാണ് അങ്ങനെ നടക്കുന്നത്. ആ സമയത്ത് വൈജയന്തി വന്നിട്ട് ചോദിക്കും, ആഹാ, ഇവിടെ ഭയങ്കര പാചകമാണല്ലോ എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് രാവിലെ സ്കൂളിലും കോളേജിലൊക്കെ പോകേണ്ടിയില്ല, അപ്പം ഞങ്ങൾക്ക് വേണ്ടി ടിഫിനൊക്കെ തയ്യാറാക്കണം, ലഞ്ച് തയ്യാറാക്കണം. അലീന ചേച്ചി ഉള്ളപ്പം അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പറയും. അല്ല, പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ചേച്ചി അനിയത്തി ആയിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? ഭയങ്കര ഒരു ബോണ്ടിങ്. ഇതെല്ലാം ഞങ്ങളെ അലീന ചേച്ചിയെ പഠിപ്പിച്ചത്. എല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലും ഒത്തൊരുമയിലും ഒക്കെ കഴിയണമെന്നുള്ളത്. ഇതൊക്കെ കാണുമ്പം വൈജയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം രോഹിത്തും ബബിയും കൃഷ്ണയൊക്കെ തമ്മിൽ ഭയങ്കര ഒരു സ്നേഹത്തിലാണ് പെരുമാറുന്നത്. അപ്പം ബബിത വന്ന് പറയുന്നുണ്ട്, രോഹിയേട്ടാ, എനിക്ക് കോളേജിൽ പോകാനായിട്ട് സമയമായി, എൻ്റെ യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് തരാമെന്ന് ചോദിക്കുമ്പോൾ ചെയ്ത് തരാമെന്നുള്ള രോഹിത്ത് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു സ്നേഹം. അപ്പം വൈജയന്തി അവിടുന്ന് പോയപ്പോൾ ആ ഒരു സ്നേഹമേ അല്ല, എല്ലാവരും സെൽഫിഷായിരുന്നു അവരവരുടെ കാര്യം. ഇപ്പം ഭയങ്കര ഒരു ബോണ്ടിങ് രീതിയിലുള്ള ഭയങ്കര സ്നേഹമാണ് എല്ലാവരും തമ്മിൽ. ആ സമയത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് അലീന ചേച്ചി കാണിച്ചു തന്നെ, നന്മ പറഞ്ഞു തരാനും നല്ല വഴി കാട്ടാനും അലീന ചേച്ചി ഞങ്ങളെ എന്നും പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തെറ്റ് കണ്ട ചൂണ്ടിക്കാട്ടാനും ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. മതിയടി അവളുടെ പുരാണം പറഞ്ഞത്, എന്തോ പറഞ്ഞാൽ ആ നാശം പിടിച്ചുള്ള ഇവിടുന്ന് പോയല്ലോ. അതുപോലെ തന്നെ അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർവ്വ സാധനങ്ങളും അവളുടെ ഓരോ ഓർമ്മകളും ഇവിടെ ഇനി വേണ്ട. അവൾ ഉപയോഗിച്ച സാധനങ്ങളും എന്തുണ്ടെങ്കിലും എടുത്ത് കത്തിച്ചളഞ്ഞേക്കാൻ പറയും. ഇത് കേൾക്കും കൃഷ്ണയ്ക്കും ബബിതയ്ക്കൊക്കെ നല്ല വിഷമം വരും. ആ സമയത്ത് ബബിത പറയും, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് അലീന ചേച്ചി ഇവിടുന്ന് പോയാൽ മതി എന്നായിരുന്നല്ലോ ആഗ്രഹം. അമ്മയ്ക്ക് വേണ്ടി തന്നെ അലീന ചേച്ചി ഇവിടുന്ന് പോയെന്ന് പറയും. അതെ, അവൾ പോകാൻ വേണ്ടി തന്നെ ഞാൻ കാത്തിരുന്നതെന്ന് പറയും. ഇനിയാണ് എനിക്ക് എൻ്റെ കുടുംബം നേരെയാക്കേണ്ടതെന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണ ഗംഗാധരൻ്റെയും അടുത്തോട്ടൊക്കെ വരുന്നുണ്ട്. ആ സമയത്തേക്കും അങ്കിളെ ചായ എടുക്കട്ടെ, സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ അലീനയാ ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നതെന്ന് പറയും. അത് ശരിയാണ്, അങ്കിളിനെ കാണുമ്പോഴത്തേക്ക് ചായ വേണോ കോഫി വേണോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ചേച്ചി ഓടി വരുന്നതെന്ന് പറയും. ഇപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമില്ലേ? ഞങ്ങൾക്ക് സ്കൂളിലും കോളേജിലൊക്കെ പോകേണ്ടതില്ലേ അങ്കിളെ, അതുകൊണ്ട് തന്നെ രാവിലത്തെ തന്നെ ടിഫിനും ലഞ്ചും ഒക്കെ റെഡിയാക്കണം, അതിനുശേഷം വേണം ഞങ്ങൾക്ക് പോകാനെന്ന് പറയും. ഞങ്ങൾ കിച്ചണിലോട്ട് ചെല്ലട്ടെ. ശരി, ആയിക്കോട്ടെ എന്ന് പറയും. അലീന എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് വല്ലതും അറിയാമോ എന്ന് ചോദിക്കും. കുളത്തുപുഴയിലേക്കാന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ശരി. അങ്ങനെ അതിനുശേഷം നമ്മുടെ സ്റ്റാലിയുടെ വീടാണ് കാണിക്കുന്നത്. അങ്ങനെ അലീനെ ബാലചന്ദ്രൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഗവർണറിൻ്റെ അടുത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടേ വരുത്തുള്ളൂ, കാരണം അത്രയും ലോങ് ഡ്രൈവ് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസമേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് വിശ്രമിക്കുകയാണ്. ആ സമയത്ത് അലീനയ്ക്ക് നല്ല ടെൻഷനാണ്. പുതിയൊരു ചുറ്റുപാട്, പുതിയൊരു വീട്, ഒട്ടും പരിചയമല്ലാത്ത ആൾക്കാർ, അങ്ങനെ അലീനയ്ക്ക് നല്ല ടെൻഷനാണ്. ആ സമയത്ത് സ്റ്റാൻലി അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാൻലി അലീനെ നോക്കിയിട്ട് ആൻ്റപ്പനോട് പറയും, ആൻ്റപ്പൻ, ഈ കുട്ടിയെ ഇവിടെ സ്ഥലങ്ങളെല്ലാം കൊണ്ടുചെന്ന് കാണിക്കാൻ പറയും. അപ്പോൾ അലീനയ്ക്ക് അതൊരു പേടി കണക്കാവും. കാരണം സ്വന്തം അച്ഛനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആണല്ലോ അങ്ങോട്ട് വന്നത്. എന്നിട്ടും അച്ഛൻ്റേതായ രീതിയിലുള്ള പെരുമാറ്റമൊന്നുമല്ല, അധികം വാത്സല്യമൊന്നും കാണിക്കുന്നില്ല. സാധാരണ ബാലചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അല്ലെങ്കിൽ പോലും മോളെ പോലെ ചേർത്ത് പിടിച്ചാണ് എല്ലായിടത്തും കൊണ്ടുപോകുന്നത്. എൻ്റെ മകളാണെന്നാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത്. അതൊക്കെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇത് സ്വന്തം മോളാന്ന് അറിഞ്ഞിട്ടും ഒരു വലിയൊരു അടുപ്പം കാണിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റം. അങ്ങനെ ആൻ്റപ്പൻ പറയും, വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കൊണ്ടു നടന്ന് കാണിക്കുകയാണ്. ആ സമയത്ത് ആൻ്റപ്പൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, കുട്ടി എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിക്കും. അത് ഞാൻ ഇപ്പം വരുന്നത് കോട്ടയത്താണെന്ന് പറയും. ഞാൻ ഇതിനു മുമ്പ് ഒരു ഓർഫനേജിലാണെന്ന് പറയും. ഓർഫനേജിൽ? അതെ, ത്യാഗഭവനം എന്ന് പറഞ്ഞൊരു ഓർഫനേജിലായിരുന്നു ഞാൻ. ഇപ്പോൾ എന്നെ കൊണ്ടുവന്നാക്കിയ ബാലചന്ദ്രൻ സാറിൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നതായിരുന്നു. ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടാണ് എന്നെ കൊണ്ടാക്കിയെന്ന് പറയും. ജോലിക്ക് വന്നതോ? അതെ. പക്ഷേ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടേക്കുന്നു. കുട്ടി വീട്ടുജോലിക്ക് വന്നതാണ്? അതെ, അവിടെ ഞാൻ വീട്ടുജോലിക്കാണ് വന്നത്. വീട്ടുജോലി സംബന്ധമായിട്ട് അവിടെ അമ്മയുണ്ടായിരുന്നു, അമ്മയെ നോക്കണമായിരുന്നു. ഹോം നേഴ്സും വീട്ടുജോലിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അതിനുശേഷം എനിക്ക് ഇവിടെയാണ് ജോലിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് പറയും. ഇവിടെ എന്ത് ജോലി? ഇവിടെ കുട്ടി ജോലിക്കായിട്ട് വന്നതാണോ? പക്ഷേ അങ്ങനെയല്ലല്ലോ കേണൽ സാറ് പറഞ്ഞത്, കുട്ടി ഇവിടുത്തെ അതിഥിയാണെന്നാണല്ലോ എന്ന് പറയും. വേറെ എന്തെങ്കിലും അറിയാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് കേണൽ സാറിനോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന് പറയും. അത് ചോദിക്കാൻ ആൻ്റപ്പന് പേടിയാണ്, ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അലീന വേറൊന്നും പറയുന്നുമില്ല. അങ്ങനെ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം
അലീനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ അലീനെ ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ്. ആ സമയത്ത് വിഭവസമൃദ്ധമായ ഒരുപാട് ഭക്ഷണങ്ങൾ അവിടെ ടേബിളിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീനയുടെ അടുത്ത് പറയും ഫുഡ് എടുത്ത് കഴിക്കാൻ പറയും, അതും ഫോർക്കും സ്പൂണും ഉപയോഗിച്ച്. അലീനയ്ക്ക് അതൊട്ടും പരിചിതമല്ലായിരുന്നു. അലീന സാധാരണ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. പിന്നെ അയാൾ നിർബന്ധിക്കുന്നതുകൊണ്ട് ഫോർക്കും സ്പൂണും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് നിന്ന് കുറച്ച് ഒരു ചിക്കൻ പീസ് താഴെ വീഴുമ്പോൾ അലീന അത് എടുക്കുമ്പോൾ സ്റ്റാൻലി പറയും അത് തുടരുത്, താഴെ വീഴുന്ന ഭക്ഷണം ഞാനിവിടുത്തെ നായ്ക്കൾക്ക് പോലും കൊടുക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അലീന ഭക്ഷണം എടുത്ത് തട്ടിക്കുറഞ്ഞ് കഴിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് സ്റ്റാൻലിക്ക് അതൊരു ഇൻസൾട്ട് ആവുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഞാൻ 22 വർഷം ഞാനൊരു അനാഥ മന്ദിരത്തിലാണ് കഴിഞ്ഞത്, ഞങ്ങൾക്ക് ഇത്രയും വിഭവസമൃദ്ധമായ ഫുഡൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അങ്ങനെയുള്ള ഞാൻ ഒരു ഭക്ഷണം താഴെ വീഴുന്ന കണ്ടാൽ അതെടുത്ത് കളയാൻ എനിക്ക് പറ്റില്ല. കാരണം ഭക്ഷണത്തിൻ്റെ വില നല്ലോണം അറിയിച്ചാണ് ബ്രിജിത്തമ്മ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതെന്നൊക്കെ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്. അത് സ്റ്റാൻലിക്ക് ഏറ്റവും ഒരു പ്രഹരമായിരുന്നു അലീനയുടെ ഭാഗത്ത് നിന്ന്. ഒട്ടും സ്റ്റാൻലി പ്രതീക്ഷിച്ചില്ല വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനൊരു മൊമെൻ്റ് ഉണ്ടാവുമെന്നുള്ളത്. അപ്പോൾ അലീനയുടെ ആദ്യത്തെ ഒരു പെരുമാറ്റം തന്നെ സ്റ്റാൻലിക്ക് വളരെയധികം ഒരു പേടിയും ഒരു പതർച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി സ്റ്റാൻലിയുടെയും അലീനയുടെയും പുതിയ വിശേഷങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.